നെന്മാറ ഇരട്ടക്കൊലപാതക കേസിൽ ഏകപ്രതി ചെന്താമരയ്ക്ക് വധശിക്ഷ വിധിച്ചു കോടതി. കേസ് അപൂർവങ്ങളിൽ അപൂർവമെന്ന് കോടതി വിധിച്ചു. 1.5 വർഷത്തിന് ശേഷമാണ് ചെന്താമര കേസിൽ വിധി വരുന്നത്. അതേസമയം വിധിയിൽ സന്തോഷമെന്ന് കൊല്ലപ്പെട്ട സുധാകരന്റെ മക്കൾ പ്രതികരിച്ചു. ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. കോടതിന്റെ മേലെ വിശ്വാസം ഉണ്ടായിരുന്നു. അതേപോലെ ഇതാക്കി. പിന്നെ വക്കീലിന് മേലെ എല്ലാവരുടെ അടുത്തും നന്ദി പറയണം. ഇത്രയും കഷ്ടപ്പെട്ടത് അയാൾക്ക് വധശിക്ഷ തന്നെ കൊടുത്തതില്. അച്ഛൻ്റെ എല്ലാവരുടെ ഓർമ്മ ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ പോണില്ല. ഭയങ്കര വിഷമമായിട്ടുള്ള കാര്യം തന്നെയാണ് അവിടെ പോണതും. ഞങ്ങൾക്ക് പഴയ ഓർമ്മകളൊക്കെ വരുന്നതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോകണില്ല. ഒരുപാട് നന്ദിയുണ്ട് ജഡ്ജിക്കായാലും ഞങ്ങളെ ഹെൽപ്പ് ചെയ്ത പോലീസിനായാലും എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അയാൾക്ക് വധശിക്ഷ കൊടുത്തതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇപ്പോഴും അയാൾക്ക് ഒരു മുഖഭാവം മാറ്റമൊന്നും ഇല്ലാതെ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. അയാൾക്ക് ഇതിലൊന്നിനും പേടിയില്ല. അപ്പോൾ എന്തായാലും വധശിക്ഷ കിട്ടിയതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. അയാൾ അനുഭവിച്ച് അതിൻ്റെ ഉള്ളിൽ ഇരിക്കണം. തൂക്കുകയറ് കൊടുത്ത് എന്തായാലും അപ്പീൽ പോയാൽ നമ്മളും അപ്പീലിന് പോവാം. ഒരാളിങ്ങനെ ഇതാക്കിയിട്ട് വെളിയിൽ വരാനും പറ്റില്ലല്ലോ. കേസിൽ പ്രോസിക്യൂഷൻ കോടതിക്ക് മുമ്പാകെ അവതരിപ്പിച്ച എല്ലാ വാദങ്ങളും കോടതി അംഗീകരിക്കുകയായിരുന്നു. കേസ് അപൂർവങ്ങളിൽ അപൂർവമാണ് എന്ന് കോടതി കണ്ടെത്തി. ഒരു കുറ്റബോധവുമില്ലാത്ത പ്രതിയാണ് ചെന്താമര എന്നും വിധിന്യായത്തിൽ കോടതി പറയുന്നു. പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ച എല്ലാ വാദങ്ങളും അംഗീകരിച്ചുകൊണ്ട് പ്രതിക്ക് പരമാവധി ശിക്ഷയായ വധശിക്ഷ തന്നെ അതിവേഗ കോടതി വിധിച്ചതിൽ സന്തോഷമുണ്ടെന്ന് പ്രോസിക്യൂഷനും പ്രതികരിച്ചു. എല്ലാ പോലീസ് അതോറിറ്റീസിൻ്റെയും പ്രോസിക്യൂഷൻ സാക്ഷികളുടെയും എല്ലാവരെയും സഹകരിച്ചിട്ടാണ് ഇത്ര വലിയൊരു വിധി ഉണ്ടാക്കാൻ പറ്റിയത്. ഒരു കേരള സമൂഹത്തിന് ഒരു നെട്ടിച്ച ഒരു കൊലപാതകങ്ങളായിരുന്നു അതിന് അർഹമായ ശിക്ഷ കിട്ടിയെന്നുള്ളതാണ് വിശ്വസിക്കുന്നത്. തീർച്ചയായും 100 പേജുകളോളം അതിനെ പറ്റിയിട്ട് ഒരു ഡിസ്കഷൻ നടത്തിയിട്ട് മാത്രമാണ് ഇത് ഒരു അറസ്റ്റ് കേസസിൽ പെടും എന്നുള്ളത് നിഗമനം എത്തിയിട്ടുള്ളത്. എല്ലാം പൂർണ്ണമായും തള്ളി. നമ്മൾ പ്രോസിക്യൂഷൻ പറഞ്ഞത് മുഴുവനായിട്ടും ഏറ്റെടുത്തിട്ടുള്ളതുമാണ്. കോടതിയിൽ നേരത്തെ പരിഗണിച്ചു. അതായത് എല്ലാ കാര്യങ്ങളും, അതായത് കുട്ടികളുടെ റീഹാബിലിറ്റേഷനും പ്രതിയുടെ സ്വഭാവ രീതിയും സംഭവങ്ങൾ നടത്തിയ രീതിയും പിന്നെ അയാൾക്കൊരു റീമോഴ്സിനോ റീഹാബിലിറ്റേഷനോ യാതൊരു സ്കോപ്പില്ല എന്നും അതിനുകൂടാതെ അയാൾ കൽപ്പിച്ചുകൂട്ടി ചെയ്തതാണ് എന്നുള്ളതടക്കം കോൾഡ് ബ്ലഡഡ് മർഡറാണ് എന്നുള്ളതടക്കം കോടതി കണ്ടെത്തിയിട്ടുണ്ട്. ഇപ്പോൾ പാലക്കാട് നിന്ന് സന്തോഷ് സർലിംഗ് കൂടി നമ്മൾക്കൊപ്പം ചേരുകയാണ്. അപൂർവങ്ങളിൽ അപൂർവമായ കേസ് എന്നാണ് കോടതി ഇതേക്കുറിച്ച് വിധിച്ചത്. ഇപ്പോൾ സന്തോഷ് സർലിംഗ് കോടതി പരിസരത്ത് നിന്ന് ചേരുകയാണ്. സന്തോഷ്, ഇപ്പോൾ നമ്മൾ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ സംസാരിച്ചത് കേട്ടു. അപൂർവങ്ങളിൽ അപൂർവമായ കേസായി കണ്ടുകൊണ്ടാണ് വധശിക്ഷ വിധിച്ചത്. ഇത് പ്രോസിക്യൂഷനും അതുപോലെ തന്നെ കേസ് അന്വേഷിച്ച പോലീസിനും തീർത്തും അഭിമാനകരമായൊരു നിമിഷം തന്നെയാണ്. തീർച്ചയായിട്ടും പോലീസ് ഇക്കാര്യത്തിൽ ഏറെ പരാതികളൊക്കെ കേട്ടിട്ടുണ്ട്. എന്നാലും അതിനെല്ലാം മറികടന്നുകൊണ്ട് ശാസ്ത്രീയമായ തെളിവുകൾ, മറ്റ് സാക്ഷിമൊഴികൾ എന്നിവയൊക്കെ കണ്ടെത്താൻ ക്രോഡീകരിക്കാനും പോലീസിന് കഴിഞ്ഞു. അതാണ് ഈ കേസിൻ്റെ വിജയത്തിലേക്ക് എത്തിയതുപോലും. അതും ഇന്നിപ്പോൾ വിചാരണ കോടതിയിൽ അക്കാര്യം പലതവണ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാലും ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഈ കേസ് ആദ്യഘട്ടം മുതൽ ഈ ഇരട്ട കൊലപാതക കേസ് അന്വേഷിച്ച അന്വേഷണ ഉദ്യോഗസ്ഥനായ DSP നമ്മളോടൊപ്പമുണ്ട്. എന്തായാലും വധശിക്ഷയാണ് വിധിച്ചിരിക്കുന്ന അപൂർവമായ കേസെന്ന് കോടതി കണ്ടെത്തുകയും ചെയ്തിരിക്കുക. അതിപ്പം നിങ്ങൾ മുന്നോട്ട് വെച്ച എല്ലാ തെളിവുകളും കോടതി പരിഗണിച്ചു എന്നാണോ? അതെ, നമ്മൾ കുറേ മെറ്റീരിയൽ ഒബ്ജക്ട്സ് കളക്ട് ചെയ്തിട്ട് നമ്മൾ ലാബിലേക്ക് അയച്ചിരുന്നു. ആ ലാബിൽ നിന്ന് വന്ന റിസൾട്ട് എല്ലാം തന്നെ പ്രതിക്ക് പ്രതികൂലമായിരുന്നു. നമ്മുടെ പ്രോസിക്യൂഷൻ അനുകൂലമായിരുന്നു, പോലീസിന് അനുകൂലമായിരുന്നു. അപ്പോൾ അതെല്ലാം നമ്മൾ നേരത്തെ തന്നെ ഇത്രയും കാര്യങ്ങൾ പെട്ടെന്ന് 24 മണിക്കൂറിനകം തന്നെ ഇത്രയും പ്രോപ്പർട്ടീസ് നമുക്ക് RFSL തൃശ്ശൂർ RFSL അക്കാദമിയിലുള്ള അവിടേക്ക് എത്തിക്കാൻ പറ്റി. പിന്നെ അവിടുത്തെ ഓഫീസേഴ്സ് അതൊക്കെ ഒന്ന് പെട്ടെന്ന് ചെയ്യാനായിട്ട് ഒരു സമയം എടുക്കാതെ തന്നെ പ്രിയോറിറ്റൈസ് ചെയ്തിട്ട് നമ്മുടെയാണ് പ്രോപ്പർട്ടി ആദ്യം നമുക്ക് ചെയ്തു തന്നു. അതുകൊണ്ടാണ് 14-ാം ദിവസം തന്നെ DNA ഫിംഗർ പ്രിൻറ്റിംഗ് ഒക്കെ കിട്ടുക എന്നുള്ളതൊക്കെ വളരെ നമ്മളൊന്നും കേട്ട ചരിത്രമേ ഇല്ല. പക്ഷേ അതിൽ ഞങ്ങൾക്ക് നന്ദി പറയാനുള്ളത് പോലീസിന്, നമ്മുടെ RFSL ആൾക്കാരോടാണ്. ഇതിൽ ഈ ദൃക്സാക്ഷി കൂറുമാറിയിരുന്നു ഈ കേസിൽ. പക്ഷേ എനിക്കൊന്ന് ശാസ്ത്രീയ തെളിവുകളാണ് അതിന് കുറച്ചുകൂടി ബലമാക്കി പിന്നെ ഈ കേസിലേക്ക് എത്താൻ കഴിഞ്ഞെന്ന് തോന്നുന്നു, അല്ലേ? അങ്ങനെ ദൃക്സാക്ഷി അയാൾ ആ അമ്മേനെ വെട്ടുന്നത് കണ്ട ആളാണ്. കാരണം നമ്മൾ അയാളുടെ മൊബൈലിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ എടുത്ത് ഏകദേശം 30-35 മീറ്ററിനടുത്ത് അയാളുണ്ടായിരുന്നു. പക്ഷേ പുള്ളി ഇവിടെ വന്ന് കൂറുമാറിപ്പോയി. അപ്പോൾ അതല്ലാതെ ഈ പ്രതി കുറ്റം ചെയ്തു എന്ന് തെളിയിക്കാനുള്ള നമ്മുടെ വേറെ എവിഡൻസുകൾ ഉണ്ടായിരുന്നു. ചെയ്യുന്നത് കണ്ടില്ലെങ്കിൽ ചെയ്യാൻ മുന്നൊരുക്കം നടത്തിയതിൻ്റെയും ചെയ്ത ശേഷം ഓടിപ്പോകുന്നതിൻ്റെയും അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ വയർ ഫെൻസിങ്ങിന് പുള്ളിയുടെ ഉടുപ്പിൻ്റെ ഫൈബർ കണ്ടൻസൊക്കെ നമുക്ക് എടുക്കാൻ പറ്റിയതും അതെല്ലാം. അത് നമ്മുടെ ജില്ലയുടെ ഫോറൻസിക്കിൻ്റെ ആൾക്കാരാണെങ്കിലും ഒരു
മറ്റേ ഫിംഗർ പ്രിൻറ്റ് എക്സ്പേർട്സ് ആണെങ്കിലും അവരെല്ലാം കറക്റ്റ് സമയത്ത് നമ്മളൊരു സംഭവം നടന്ന് കറക്റ്റ് 1 മണിക്കൂർ ആകുമ്പോഴേക്കും അവർക്ക് സ്ഥലത്തെത്തി. അപ്പോൾ നമുക്ക് മഴയോ മറ്റു കാര്യങ്ങളോ വന്ന് ഇതൊന്നും നഷ്ടപ്പെടാതെ അല്ലെങ്കിൽ ചോരയൊന്നും നഷ്ടപ്പെടാതെ നമുക്കിത് മൊത്തം കളക്ട് ചെയ്യാൻ പറ്റി. അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് ഏത് തെളിവ് ശേഖരിക്കാനാണ് കൂടുതൽ ബുദ്ധിമുട്ടിയെന്ന് പറയാം? അതൊക്കെ ഏത് ഘട്ടത്തിൽ ബുദ്ധിമുട്ട് നേരിട്ടു? ഏറ്റവും ബുദ്ധിമുട്ട് വന്നാൽ നമുക്ക് ഒരു ദൃക്സാക്ഷിയെ കിട്ടാനായിട്ടാണ് ബുദ്ധിമുട്ട്. 30 ദിവസം എടുത്തു ഒരാളെ കണ്ടെത്താൻ. 25-ാം ദിവസം കണ്ടി ഈ ഗിരീഷിലേക്ക് എത്താൻ. ഗിരീഷ് അവിടെ ഉണ്ടായിരുന്നു എന്ന് ഞങ്ങൾക്ക് പിന്നെയാണ് അറിഞ്ഞത്. അപ്പോൾ ഗിരീഷിന് 25-26-ാം ദിവസം കിട്ടി. അയാൾ അന്ന് കറക്റ്റ് നമ്മളോടൊപ്പം നിന്നിരുന്നെങ്കിൽ നമ്മൾ 28-29 ദിവസം ആകുമ്പോഴേക്കും ചാർജ് ഷീറ്റ് റെഡി ആയതായിരുന്നു. പക്ഷേ അയാൾ അവസാന സമയമാകുമ്പോൾ പിന്നെ പറ്റില്ല അങ്ങനെ ഇങ്ങനെയെന്ന് കുറേ പറഞ്ഞു. പിന്നെ ഗിരീഷ് അവിടെ നിന്ന് ഓടിപ്പോകുന്ന കണ്ടാൽ ഗിരീഷിൻ്റെ അച്ഛൻ പറഞ്ഞത് എൻ്റെ മകൻ ഓടി വന്ന് പേടിച്ച് പനി പിടിച്ചു സാറേ എന്ന് പറഞ്ഞതാണ്. അങ്ങനെയാണ് നമ്മൾ ഇയാളിലേക്ക് എത്തിയത്. പക്ഷേ അയാൾ നമ്മളോട് ആദ്യമൊക്കെ കോപ്പറേറ്റ് ചെയ്തു. പക്ഷേ വിചാരണ സമയത്ത് പുള്ളി നമ്മളോട് സഹകരിച്ചില്ല. ശരത്, DYSP ആയ മുരളീധരനാണ് ഇപ്പോൾ നമ്മളോടൊപ്പം സംസാരിച്ചത്. ചൂണ്ടിക്കാണിച്ചത് ഏറ്റവും ബുദ്ധിമുട്ടിയത് ദൃക്സാക്ഷിയെ കണ്ടെത്താനാണ്. സുപ്രീം കോടതിയുടെ പലതരത്തിലുള്ള വെർഡിക്റ്റുകളുണ്ട്. ഈ വധശിക്ഷ വിധിക്കണമെങ്കിൽ ഒരു ദൃക്സാക്ഷി വേണം എന്നത്. ഈ കേസിലാകട്ടെ ആ പോത്തുണ്ടി ഭാഗത്ത് നിരവധി പേർ ഇയാൾ കൊലപാതകം നടത്തിയത് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവർക്ക് എല്ലാവർക്കും ചെന്താമരയെ പേടിയാണ്. കാരണം നേരത്തെ ഒരു കേസിൽ ഇരട്ട ജീവനെന്ന് നിൽക്കുമ്പോഴാണ് അയാൾ ജാമ്യം നൽകി കൊലപ്പെടുത്തിയത്. അപ്പോൾ വീണ്ടും ഈ കേസിൽ സാക്ഷി പറഞ്ഞാൽ സ്വാഭാവികമായും ചെന്താമരയുടെ നോട്ടപ്പുള്ളി അയാൾ വീണ്ടും കൊലപ്പെടുത്തുന്നൊരു ഭയമുണ്ട്. അതാണ് ദൃക്സാക്ഷി ലഭിക്കാനൊക്കെ വലിയ തടസ്സമായത്. എന്തായാലും മറ്റ് ശാസ്ത്രീയ തെളിവുകളൊക്കെ കോടതി പരിഗണിച്ചു. അതൊക്കെ പരിഗണിച്ച് അന്തിമ വിധി പറഞ്ഞിരിക്കുകയാണ്. ഇവരും പ്രതീക്ഷിച്ച വിധിയാണ്. എന്തായാലും കോടതി ഈ ജഡ്ജ്മെന്റ് ഉടനീളം ഇന്ന് വായിക്കുകയായിരുന്നു. പൂർണ്ണമായി 20-25 പേജോളം വരുന്ന ജഡ്ജ്മെന്റ് വായിക്കുകയായിരുന്നു. അതിലെല്ലാ തെളിവുകളും ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. തീർച്ചയായും അത് റൈറ്റ്. സന്തോഷ് ഇപ്പോൾ സൂചിപ്പിച്ചാൽ ആ കാര്യങ്ങളൊക്കെ ഇന്ന് വാർത്തയിൽ ഇടം പിടിച്ചിട്ടുമുണ്ട്. ഇപ്പോൾ പ്രധാന അന്വേഷണ ഉദ്യോഗസ്ഥൻ DYSP തന്നെ ഇപ്പോൾ കൈരളി ന്യൂസിനോട് അവിടെ സന്തോഷമായി സംസാരിച്ചു. ദൃക്സാക്ഷി കൂറുമാറിയിട്ടും ആ കേസിൽ വളരെ മികവോടെ അന്വേഷണം പൂർത്തിയാക്കാൻ അന്ന് അന്വേഷിച്ച പോലീസ് സംഘത്തിന് കഴിഞ്ഞു. പ്രോസിക്യൂഷൻ്റെ തെളിവുകൾ കോടതി പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തു. പ്രതിഭാഗത്തിൻ്റെ വാദങ്ങളെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ടാണ് പ്രതിക്ക് ചെന്താമരയ്ക്ക് തൂക്കുകയർ വധശിക്ഷ കോടതി വിധിച്ചത്.